ഓം ശാന്തി. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കലിയുഗത്തിൽ ഓരോ ദിവസവും ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നങ്ങൾ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അത് വരാതാക്കാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലുമില്ല. വേനൽക്കാലത്ത് ചൂടെടുക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒന്നുകിൽ AC ഫിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫാൻ ഇടും, അല്ലെങ്കിൽ ജനലും വാതിലൊക്കെ തുറന്നുകൊണ്ട് നല്ല എയറേഷൻ ഉള്ളതായിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാക്കും. ഏതെങ്കിലും ഒരു ചൂടില്ലാതാക്കാനുള്ള ഒരു വിദ്യ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ചൂടിനെ കുറയ്ക്കുകയാണ് ചെയ്യുക. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നല്ല വെള്ളമുള്ള ആഹാരങ്ങൾ, ജ്യൂസുകൾ, അങ്ങനെ കുറച്ച് നല്ല രീതിയിലുള്ളതായിരിക്കുന്ന ഫുഡും സിറ്റുവേഷൻസും സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ആ ചൂടിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ സ്വയം തയ്യാറെടുക്കും. ശരിയല്ലേ? മഴക്കാലാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ളതായിരിക്കുന്ന ആഹാരമാക്കി മാറ്റും, ആ രീതിയിലുള്ളതായിട്ടുള്ള ലൈഫ് സ്റ്റൈലാക്കി മാറ്റും, വേണ്ട സാധനങ്ങൾ സ്വന്താക്കും. അതുപോലെ തന്നെ ഈ കാലചക്രത്തിലും ഉണ്ട് ഓരോ ചൂടുകാലവും തണുപ്പുകാലവും മഞ്ഞുകാലവും ഒക്കെ. ഇത് കാലചക്രത്തിലെ ചൂടുകാലമാണ് എന്ന് വെച്ചാൽ അർത്ഥം കലിയുഗത്തിൻ്റെ അവസാനമാണ്. ഓരോരുത്തരും അവനവൻ്റെ കർമ്മക്കണക്കുകൾ തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരു നാടകം പൂർത്തിയാവുമ്പോൾ എല്ലാ ആക്ടേഴ്സും തട്ടുപൊളിക്കും, ആക്ട് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കും, മേക്കപ്പൊക്കെ അഴിച്ചു മാറ്റും, അവനവൻ്റെ വീട്ടിലേക്ക് സ്വന്തമായിട്ട് പോകും. അതുപോലെ കാലചക്രത്തിലും അത് ഈ നാടകത്തിൻ്റെ അന്തിമ മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവനവൻ്റെ കർമ്മക്കണക്കുകൾ തീർത്തിട്ട് വേണം നമുക്ക് ഈ നാട്ടിൽ നിന്ന് വേഷമഴിച്ചു മാറ്റിക്കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകാനായിട്ട്. എങ്ങനെയാണോ ഒരാൾ ഒരു നാട് വിട്ടു പോകണമെന്ന് കേൾക്കുമ്പോൾ ആ നാട്ടിൽ ആരൊക്കെ അയാൾക്ക് കടം കിട്ടാനുണ്ടോ, അയാൾ കടം വാങ്ങിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ, അവരൊക്കെ ഇവർ പോവുകയെന്ന് കേട്ടാൽ എൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ അതൊന്ന് വേണമായിരുന്നു, എൻ്റെ പൈസ തരാതെയാണോ പോകുന്നത്, നിങ്ങൾ പോകുന്നു കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കാൻ വരും അല്ലേ? ദ സെയിം വേ ഈ കാലചക്രത്തിൽ നമ്മുടെ ഈ യാത്രയിലും എല്ലാവരും നമ്മുടെ അടുത്ത് കണക്ക് ചോദിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഈ ലോകത്ത് നമ്മൾ എവിടെ നോക്കിയാലും ഏത് വീട്ടിൽ നോക്കിയാലും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒന്നുകിൽ ഒരു പ്രോബ്ലം ആയിരിക്കാം, റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ ബന്ധങ്ങൾ നല്ല സുദൃഢമായിരിക്കും, അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുണ്ടായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ബന്ധങ്ങൾ നല്ല കുഴപ്പമില്ലാത്തതാണ്, സാമ്പത്തികമുണ്ട്, ആരോഗ്യം വളരെ മോശമായിരിക്കാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ എല്ലാ മനുഷ്യന്മാരും അവരുടെ കണക്ക് തീർക്കുന്നതായിരിക്കുന്ന കാലചക്രത്തിലെ സമയമാണ് കലിയുഗം എന്ന് പറയുന്നത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ യുഗം കലിയുഗമാണ് എന്ന്. അപ്പോൾ കലിയുഗത്തിൽ എന്തെങ്കിലും മോശമായിരിക്കുന്ന വളരെ മോശമായ കാര്യം നടന്നാൽ എല്ലാവരും പറയുന്നത് കേൾക്കാം, ഇത് യുഗപ്രഭാവമാണ്, കലിയുഗല്ലേ ഇങ്ങനെയൊക്കെ നടക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാലചക്രത്തിൽ അതിൻ്റെ കലിയുഗത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. കലിയുഗം എന്നതിൻ്റെ വേറൊരു മീനിങ് നോക്കിയാൽ കർമ്മക്കണക്ക് തീർക്കാനുള്ളതായിരിക്കുന്ന സമയം എന്നർത്ഥം. അതുകൊണ്ടാണ് എല്ലാ ജീവിതവും നോക്കിക്കോളൂ, കുടുംബത്തിൻ്റെ ഉള്ളിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു ഫാമിലിയെ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ കഴിയില്ല. എല്ലാ ഫാമിലികളിലും ഉണ്ട് പ്രോബ്ലംസ്, എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ, എല്ലാവരും ഇതിനൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിഷമിക്കാതിരിക്കുക. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആദ്യം സ്വന്തമാക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, ഈ ലോകത്ത് എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ, നമുക്കുണ്ട് പ്രശ്നങ്ങൾ. എല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് സന്തോഷമായിട്ട് ജീവിക്കുന്നത്. ഞാനും എൻ്റെ പ്രശ്നങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ പോവുകയാണെങ്കിൽ ഇതൊന്നും ഒരു കാഴ്ചയേ ആവില്ല. ഒരു യാത്ര പോവുകയാണ്, ജീവിതം എന്നൊരു യാത്രയാണെന്ന് വിചാരിക്കുക. ഈ യാത്രയിൽ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രയിൽ പോവുകയാണ്. നമ്മൾ രാജസ്ഥാനിലേക്ക് പോകുമ്പോൾ ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ചില ചേരി പ്രദേശങ്ങൾ കാണാം, ചില കഷ്ടം നിറഞ്ഞ അവസ്ഥകൾ കാണാം, എന്തൊക്കെ ദൃശ്യങ്ങൾ, ചിലപ്പോൾ മനോഹരമായിരിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങളെ കാണാറുണ്ട്. എല്ലാവരും സന്തോഷമായിട്ട് കൃഷി വിളവെടുപ്പും നടത്തുന്ന സമയം കാണാറുണ്ട്. കഷ്ടപ്പെട്ട് മഴയിൽ ഉഴുത് മറിച്ച് കൃഷി ചെയ്യുന്നത് കാണാറുണ്ട്. ഉണങ്ങി തരിശു ഭൂമികൾ കാണാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ സൈഡ് സീനാണ്, നമുക്കറിയാം. നമ്മൾ എത്തിച്ചേരേണ്ടതായിട്ടുള്ള ലക്ഷ്യത്തെക്കുറിച്ച് ഓർക്കാറുള്ളൂ, അവിടേക്കേ പോവുള്ളൂ. ഒരു സ്ഥലത്ത് ആളുകൾ കഷ്ടപ്പെട്ട് കാണുമ്പോൾ യാത്ര നിർത്തി അവിടെ ഇറങ്ങി എന്നാൽ ഇവരെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ആർക്കും വിചാരിക്കാനാവില്ല. ഇതുപോലെ ഈ ജീവിതം എന്ന യാത്രയും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ യാത്രയിൽ വഴിയോര കാഴ്ചകളെപ്പോലെ ജീവിതത്തിലുണ്ടാവുന്നതായിരിക്കുന്ന പ്രശ്നങ്ങൾക്കും സംഘർഷങ്ങൾക്കും അതിനെ നമുക്കൊരു വഴിയോര കാഴ്ചകളായിക്കൊണ്ട് കാണാൻ സാധിക്കുകയാണെങ്കിൽ എളുപ്പമായിട്ട് മുന്നോട്ട് പോവാം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, വഴിയോര കാഴ്ച കാണുമ്പോൾ ആ കാഴ്ചകളിലെ ആക്ടേഴ്സ് വേറെ ആരൊക്കെയോ ആണ്. ജീവിതമാകുന്ന യാത്രയിൽ ആക്ടേഴ്സും നമ്മൾ തന്നെയാണ്, അനുഭവിക്കുന്നതും നമ്മൾ തന്നെയാണ്, ഇതൊക്കെ കാണുന്നവരും നമ്മൾ തന്നെയാണ്. പക്ഷേ ആ കാണുന്ന സമയത്ത് അത് നമ്മളിൽ എഫക്റ്റ് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ
യാത്ര നിശ്ചിതമാക്കിയിട്ടുണ്ടായിരിക്കണം, കൃത്യമായ ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണെങ്കിൽ ഒന്നും നമ്മളെ ബാധിക്കുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് നമ്മളെ PM കാണാൻ വേണ്ടി ഒരു സമയം തന്നിരിക്കുന്നു. ടൗണിലാണ് കാണേണ്ടത്. പുറത്തിറങ്ങാൻ നേരത്ത് വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ ടയറ് പഞ്ചറായിരിക്കുകയാണ്. PM കാണാൻ പോകേണ്ട യാത്ര ഇന്ന് സാധ്യമല്ല നമ്മൾ പറയാറില്ല. ഉടനെ നമ്മൾ നോക്കും വേറെ ഏത് വണ്ടി എനിക്ക് കിട്ടാനുണ്ട്. ഒരു ഓട്ടോ വിളിച്ചു പോവാത്ത നേരത്ത് ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് പെട്രോൾ കഴിഞ്ഞു പോയി, അവിടെ നിന്ന് യാത്ര പുറപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അയ്യോ ഇതും മുടങ്ങി, ഇനി നടക്കില്ല എന്ന് പറയില്ല. ഇനി എന്താണ് നെക്സ്റ്റ് ഓപ്ഷൻ എനിക്ക് മുന്നോട്ട് പോകേണ്ടതെന്ന് നോക്കും. അങ്ങനെ ഒരു ചെറിയ ലക്ഷ്യം, എൻ്റെ മുന്നിൽ അത് വലുതെന്ന് തോന്നുന്നൊരു ലക്ഷ്യം എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും. ആ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൻ്റെ പ്രാധാന്യം നമുക്കുണ്ടായിരിക്കണം. അതുപോലെ ഈ ജീവിതയാത്രയിലും മുന്നോട്ടുള്ള യാത്ര നമ്മൾ പോകുമ്പോൾ നമുക്ക് യാതൊരു കാരണം കൊണ്ടും നമ്മൾ തളരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ യാത്രയിൽ എന്തൊക്കെയാണ് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർ ഇടയ്ക്ക് വെച്ച് നമ്മുടെ സഹയാത്രികർ ഇറങ്ങിപ്പോയെന്നിരിക്കാം. നമ്മൾ പല കുടുംബങ്ങളിൽ നിന്നും എനിക്ക് ഫോൺ വരാറുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ഭർത്താവ് മരിച്ചു, ഭാര്യ മരിച്ചു, മകൻ മരിച്ചു. അവർ ഈ സഹയാത്രികരായിരുന്നു നമ്മുടെ ജീവിതയാത്രയിൽ. ഇടയ്ക്ക് വെച്ച് യാത്ര അവസാനിപ്പിച്ച് അവർ പോയിക്കളഞ്ഞു. എന്തു ചെയ്യാൻ പറ്റും? യാത്ര അവസാനിപ്പിക്കാനാവോ? ഇല്ല, ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. ഒരു പക്ഷേ യാത്രയിൽ നമ്മൾ വിചാരിച്ച വഴികളിൽ നിന്ന് മാറി നമുക്ക് വഴി പോകേണ്ടി വന്നേക്കാം. ഒരു റിലേഷൻ അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു, പുതിയൊരു യാത്രയിൽ നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വന്നേക്കാം എന്ന് കരുതിയും ഈ യാത്ര അവസാനിപ്പിക്കാനാവില്ല, നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോൾ എന്തൊക്കെ തന്നെ തടസ്സങ്ങളുണ്ടായാലും, സഹയാത്രികരില്ലാതായാലും അഥവാ സാധനങ്ങളില്ലാതായാലും, വഴി മാറി യാത്ര ചെയ്യേണ്ടി വന്നാലും നിങ്ങൾക്ക് മുന്നോട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കിയേ പറ്റൂ. ആ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അതിന് ഏറ്റവും ശക്തിയായിരിക്കുന്ന, എന്തൊക്കെ ഇന്ന് രാത്രി എന്ത് തന്നെ ലൈഫിൽ സംഭവിച്ചോട്ടെ, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഒരു പുതിയ ദിവസമായിട്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സഹായകമാകുന്ന ഒന്നാണ് ദിനചര്യയുടെ ശക്തി എന്ന് പറയുന്നത്. കൃത്യമായിരിക്കുന്ന ഒരു ദിനചര്യ അതൊരു മനുഷ്യനെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധനമാണ്. രാത്രിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, റിലേഷൻഷിപ്പിനോട് ചിലപ്പോൾ വഴക്കുണ്ടാവാം. പല വീട്ടിലും രാത്രിയിൽ കഴിഞ്ഞു പോയി രാവിലെ ഉണരുമ്പോഴത്തേക്കും ഒത്തുചേരുന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ചെയ്തു, ആ സമയത്ത് ഇമോഷണലായി വീക്കായി പലതും നടന്നിട്ടുണ്ടാവും. പക്ഷേ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നലെ കഴിഞ്ഞ കാര്യത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ മുഴുകിയിരുന്നാൽ ഇന്നലെയും നിങ്ങൾക്ക് നഷ്ടമാവും, ഇന്നും നഷ്ടമാവും. അതില്ലാതിരിക്കാനായിട്ട് സ്ട്രിക്റ്റായിരിക്കുന്നൊരു ദിനചര്യ. ഞാൻ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥിയായിക്കൊണ്ട് 13 വർഷവും ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥി കം ടീച്ചറായിക്കൊണ്ട് ബാക്കിയുള്ളതായിരിക്കുന്ന വർഷങ്ങളും ജീവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ കാലഘട്ടത്തിലും ഞാൻ കണ്ട ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ജീവിതത്തിൽ ഈ ലൈഫ് സ്റ്റൈലിനുള്ളിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഥവാ ദ മോസ്റ്റ് ബെസ്റ്റ് എന്ന് പറയുന്ന സാധനം ദിനചര്യയാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക. എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ, തലേദിവസം എത്ര തന്നെ വർക്ക് ലോഡ് കഴിഞ്ഞ് കിടന്നാലും, എത്ര ക്ഷീണിച്ച് കിടന്നാലും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ബ്രഹ്മകുമാരിയുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അറിയാതെ സമയം വരുമ്പോൾ ഓർത്തു പോവും, ഭഗവാൻ എന്നെ കാത്തിരിക്കുന്ന സമയമാണ്. മനുഷ്യന്മാർ കാത്തിരുന്നു, കാണാൻ പറ്റിയില്ല, പോട്ടെ, ഇത് ഭഗവാൻ എന്നെ കാണാൻ കാത്തിരിക്കുന്ന സമയമാണ്. മനസ്സ് ഞെട്ടിപ്പടഞ്ഞെണീക്കും. 3 മണി 3:30 ഒരു സമയമുണ്ടോ, വൈകിപ്പോയാൽ 4 മണിക്ക് മുന്നേ എന്തായാലും കണ്ണു തുറന്നിരിക്കും. ആ കാത്തിരിക്കുന്ന ആളെ ഓർക്കുമ്പോൾ അറിയാതെ മനസ്സിനുള്ളിൽ നിന്ന് തീ കത്തും, അയ്യോ വൈകിപ്പോയി, ഈശ്വരൻ എന്നെ കാത്ത് വൈകിയിരിക്കരുതെന്ന് ഓടും. ആ സമയത്ത് അനുഭവിക്കുന്ന ആനന്ദം അത് നമുക്ക് വളരെ ശക്തിയാണ്. അതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു എന്ന് മാത്രം, ഇതുപോലെ ലോകത്ത് ഈ കുമാരന്മാരല്ലാതെ തന്നെ ലൈഫിൽ ഐക്കൺസായി മാറിയ ഒരുപാട് പേരുടെ ലൈഫ് സ്റ്റൈൽ ഞാൻ കേട്ടിട്ടുണ്ട്, അവരുടെ അനുഭവങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലെല്ലാം അവർ പറയുന്ന ഒരു പ്രധാന കാര്യമാണ് ജീവിതത്തിൻ്റെ ദിനചര്യ. അതിരാവിലെ എഴുന്നേൽക്കുന്നു, 3 മണിക്ക് എഴുന്നേൽക്കുന്നവർ, 4 മണിക്ക് എഴുന്നേൽക്കുന്നവർ, 5 മണിക്ക് എഴുന്നേൽക്കുന്നവർ, എന്തായാലും സക്സസ്ഫുൾ ആയിരിക്കുന്ന ആളുകൾ 5 മണിക്ക് ശേഷം എഴുന്നേൽക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ടില്ല. അതിന് മുന്നേ അവർ എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ സമയം എല്ലാവരും സ്വന്തമാക്കിയൊരു ശീലമാണ് മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷന് ശേഷം കുറച്ച് അവനവന് വേണ്ടി പഠിക്കാനുള്ള സമയം. ലോകത്തിന് വേണ്ടി നമ്മൾ ബിസിയായി ഇറങ്ങും മുന്നേ നമ്മളെ ശക്തിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മൾ തളർന്നു പോകും. തളർന്നു പോയെന്ന് വെച്ചാൽ അർത്ഥം നിങ്ങളുടെ ബാറ്ററി ഡിസ്ചാർജായ ബാറ്ററി കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ചാർജ് കൊടുക്കാനാവില്ല. തളർന്നു പോവാതിരിക്കണമെങ്കിൽ എന്തൊക്കെ എക്സ്ട്രാ കയറ്റം വലിക്കേണ്ടി വന്നാലും എക്സ്ട്രാ എനർജിയുള്ളൊരു മോട്ടർ നമുക്ക് ഫിറ്റ് ചെയ്യണം.
ആ എനർജി നിങ്ങൾക്ക് മറ്റെവിടെ നിന്നും കിട്ടില്ല. അതിനൊറ്റ പോംവഴിയാണ് മെഡിറ്റേഷൻ ആൻഡ് പോസിറ്റീവ് സ്റ്റഡി. ഈശ്വര വിശ്വവിദ്യാലയത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന മോസ്റ്റ് വണ്ടർഫുൾ ആയിരിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈശ്വരനെ ഓർമ്മിച്ചു, നന്നായിട്ട് പോസിറ്റീവായിട്ടുള്ള ലെസൺസ് പഠിച്ചു, കുറച്ച് എക്സസൈസ് വ്യായാമം കാര്യങ്ങൾ ചെയ്തു, അവനവൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും ഫിറ്റാക്കിക്കൊണ്ട് ജീവിതത്തിലേക്ക് വേണ്ടി എന്താണ് നമുക്ക് ഇന്നത്തെ പ്ലാൻ, അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ആ പ്ലാൻ അനുസരിച്ച് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ സമയവും ഏറ്റവും അമൂല്യമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഒരു സ്വഭാവം കൂടെ കൊണ്ടുവരേണ്ടതുണ്ട്. പല ആളുകളും അവരുടെ ജീവിതത്തിൽ വിജയിച്ച ഒരുപാട് പേരുടെ അനുഭവത്തിൽ ഞാൻ കേട്ടതാണ്. പലപ്പോഴും നമ്മളും ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാറുള്ള കാര്യമാണ് ടൈം ബ്ലോക്ക്. എന്നുവെച്ചാൽ ഇത്ര സമയം കഴിയുമ്പോൾ ഒരു ദിവസത്തിൽ ഉണർന്ന് ആക്റ്റീവായി പ്രവർത്തിക്കാൻ തുടങ്ങി ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ സമയം നമുക്ക് വേണ്ടി എടുത്തേ പറ്റൂ. അപ്പോൾ 2 മണിക്കൂറിൻ്റെ ഒരു ടൈം ബ്ലോക്കിന് ശേഷം ഞാൻ എന്നെ സെൽഫ് ചെക്ക് ചെയ്ത് നോക്കും. ഞാൻ ഏത് വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ മനസ്സിപ്പോൾ കറങ്ങാൻ പോവുകയാണോ, അതോ പ്രോപ്പറായിരിക്കുന്ന ആക്ടിവിറ്റീസ് അത് പ്രവർത്തിക്കാൻ നിൽക്കുകയാണോ, അത് വേസ്റ്റിലേക്ക് പോകുന്നുണ്ടോ, അതോ ബെസ്റ്റാക്കി മാറ്റുന്നുണ്ടോ, എന്താണ് എൻ്റെ ഉള്ളിലെ ആക്ടിവിറ്റി. അതിന് 2 മണിക്കൂറിൻ്റെ ഒരു ടൈം ബ്ലോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മണിക്കൂറിൻ്റെ ടൈം ബ്ലോക്ക് അഥവാ 2 മണിക്കൂറിൻ്റെ ടൈം ബ്ലോക്ക്, എത്ര ടൈം ബ്ലോക്കിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കുറയ്ക്കുന്നുണ്ടോ അത്രയും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്ത് ഉപയോഗിക്കാനും നിങ്ങളുടെ ദിനചര്യനെ പെർഫെക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിർത്തിക്കൊണ്ട് നമ്മളെ ഒന്ന് പരിശോധിക്കാൻ. ഇപ്പോൾ എൻ്റെ മനസ്സ് എവിടെ പോകുന്നു, എൻ്റെ മനസ്സ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ട് കുഴഞ്ഞ് മറിഞ്ഞ് താഴെ പോയോ അതോ അത് സെയിം ലെവലിൽ മൂവ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു സമയം എടുത്തേ പറ്റൂ. അതും നമ്മുടെ എനർജീനെ കൂട്ടുന്ന ഘടകമാണ്. പിന്നെ മാത്രമല്ല, രാത്രി ഉറങ്ങും മുന്നേ ഈവനിങ് സമയം ഞാൻ ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷന് വേണ്ടിയുള്ളതായിട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ പഠിച്ചപ്പോൾ അതിൽ ഒരു വീഡിയോ കേട്ട് ഞാൻ പഠിച്ചതാണ്. എനിക്ക് വളരെ എഫക്റ്റീവായി തോന്നിയ ഒരു പോയിൻ്റ്, നമ്മുടെ വേദത്തിലൊക്കെ പറയുന്നതായിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഞാനതിൽ വായിച്ചു, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതുകൊണ്ട് ഇന്ന് ആ പോയിൻ്റ് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. സന്ധ്യാസമയം എന്ന് പറയുന്നത് രുദ്രമുഹൂർത്തം എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. സന്ധ്യയ്ക്ക് 6 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള സമയത്തിന് രുദ്രമുഹൂർത്തം എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നുവെച്ചാൽ അർത്ഥം നിങ്ങൾ ഈശ്വരനുമായി ബന്ധിപ്പിക്കാനുള്ളതായിരിക്കുന്ന ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം. ഞാൻ പരമാത്മ മഹാവാക്യത്തിൽ കേട്ടിട്ടുണ്ട്, ബ്രഹ്മമുഹൂർത്ത സമയം സൂര്യോദയത്തിന് 96 മിനിറ്റ് മുന്നുള്ള സമയം, അതുപോലെ തന്നെ സായം സന്ധ്യ സമയം, ഉഷസന്ധ്യ സായം സന്ധ്യ എന്നാണ് പറയുക. ആ സന്ധ്യാസമയത്ത് എത്ര തിരക്കുണ്ടെങ്കിൽ പോലും ചുരുങ്ങിയത് ഏറ്റവും ബിസിയുള്ള ആളാണോ നിങ്ങൾ, ഒരു 15 മിനിറ്റ്സ് എങ്കിലും 9 മണിക്ക് മുന്നുള്ള സമയത്ത് ഫ്രഷായി മെഡിറ്റേഷന് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചിരിക്കണം. ആ സമയത്തെ ലോകത്തിൻ്റെ എനർജിയുടെ ആധാരത്തിലാണ് ആ സമയത്തിന് രുദ്രമുഹൂർത്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് 9 മണിക്ക് മുന്നേ, നിങ്ങൾക്ക് 6 മണിക്ക് 6:30 വന്നെത്താൻ പറ്റിക്കൊള്ളുന്നില്ല, ബിസിനസ്മാൻമാരാണ് അല്ലെങ്കിൽ ഓഫീസാണ് മീറ്റിംഗ് ആണ് ഒക്കെയാണ്, എന്നാലും 9 മണിക്ക് മുന്നേ മിനിമം 15 മിനിറ്റ്സ് നിങ്ങൾ മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിച്ചേ പറ്റൂ. ആ രുദ്രമുഹൂർത്തത്തിൽ അഥവാ പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതലായിട്ടുള്ള ആ സമയത്ത് നിങ്ങൾ ആ പരമാത്മാവുമായി കോണ്ടാക്ട് ചെയ്യുക, ആ റിലേഷനിലിരിക്കുക, നമ്മൾ എനർജി നിറയ്ക്കുക. ഇനി നിങ്ങൾക്ക് വീട്ടിൽ വരാൻ പറ്റില്ല, പോട്ടെ ഓഫീസിൽ മതി, എവിടെയെങ്കിലും ഒരു കോർണറിൽ നിങ്ങൾക്ക് സൈലൻ്റ് ആയിട്ടൊരു 15 മിനിറ്റ്സ് ഇരിക്കാൻ വേണ്ടി കണ്ടെത്തുക. ആ 15 മിനിറ്റ്സ് നിങ്ങളെ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഇത് സ്ഥിരമായിട്ടൊരു ദിനചര്യയുടെ ഭാഗമാക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരത്ത് 7 മണിക്ക് നിങ്ങൾക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. അതൊരുപാട് ഹെക്റ്റിക് ആയിരിക്കുന്ന ഡിസ്കഷൻ നടക്കാൻ പോകുന്ന മീറ്റിംഗ് ആണ്. അതിന് മുന്നേ 6 മുതൽ 6:15 വരെയോ 6:30 മുതൽ 6:45 വരെയോ ഒരു 15 മിനിറ്റ്സ് നിങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരു ബ്രേക്ക് കണ്ടെത്തി നിങ്ങൾ മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ നടക്കാൻ പോകുന്ന ഒരു മീറ്റിങ്ങിൻ്റെ ഉള്ളിൽ എത്ര ഹോട്ട് ഡിസ്കഷൻ ഉണ്ടായിക്കോട്ടെ അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യാതെ പെർഫെക്റ്റായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ആ കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഈവൻ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കണക്ക് നോക്കണം, കാര്യങ്ങളായിക്കോട്ടെ, ഈ 15 മിനിറ്റ്സ് നിങ്ങൾ പ്രൊഡക്റ്റീവായിക്കൊണ്ട് എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ശേഷം ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഈസി ആയിട്ട് ഫോക്കസ് ചെയ്യാനും കാര്യങ്ങളെ ഡബിൾ ത്രിബിളായി ആക്റ്റീവ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളതായിട്ടുള്ള എനർജി ആ സമയത്ത് നമുക്ക് കിട്ടും. അതുപോലെ രാത്രി ഉറങ്ങും മുന്നുള്ള സമയവും ഒരു ദിവസത്തിൻ്റെ എല്ലാ ഭാരം കൂടി മറ്റൊരു ദിവസത്തേക്ക് വലിക്കരുത്. അന്നത്തെ ദിവസത്തെ എന്തൊക്കെ തിരക്കായിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ ഉറങ്ങും മുന്നേ ആദ്യം ശരീരത്തിന് മെസ്സേജ് കൊടുക്കണം. നമ്മൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നിർത്തിയിരിക്കുന്നു. ചിലർ ഓഫീസിൽ നിന്നൊക്കെ വന്ന ശേഷം സന്ധ്യയ്ക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ടായിരിക്കും ആഹാരമൊക്കെ കഴിക്കുന്നത്. അവർ വീണ്ടും കുളിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ശുദ്ധമായ നീറ്റായിരിക്കുന്ന വസ്ത്രത്തോടെ വേണം ഉറങ്ങാനായിട്ട് പോകാനായിട്ട്. അതിന് കുറച്ച് മുന്നായിട്ട് ബാക്കിയുള്ള
നമ്മുടെ ശ്രദ്ധേനെ ടു മച്ച് ആകർഷിക്കുന്ന കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈലോ അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്തിരിക്കണം. എന്നിട്ട് നമ്മളിലേക്ക് നമ്മൾ വലിഞ്ഞേ പറ്റൂ. ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അച്ഛൻ്റെ റോൾ, അമ്മയുടെ റോൾ, അല്ലെങ്കിൽ ചേച്ചിയുടെ റോൾ, ഡിഫറെൻറ്റ് റോൾ ആക്ട് ചെയ്യുന്നു. ഓഫീസറായിട്ട്, വീട്ടമ്മയായിട്ട്, മക്കൾക്ക് അമ്മയായിട്ട്, ഫ്രണ്ടിന് ഫ്രണ്ടായിട്ട്, അനിയത്തിക്ക് ചേച്ചിയായിട്ട് ഡിഫറെൻറ്റ് റോൾ ആക്ട് ചെയ്യുന്ന നിങ്ങളുണ്ടല്ലോ. നിങ്ങൾക്ക് നിങ്ങളായിക്കൊണ്ട് നിങ്ങൾ ഉറങ്ങിയിട്ടില്ല എങ്കിൽ മറ്റെല്ലാ റോൾസും നിങ്ങൾ രാത്രി മുഴുവൻ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കും. രാവിലെ ഉണരുമ്പോൾ ഒരിക്കലും ഫ്രഷായി ഉണരാനോ തൻ്റെ കാര്യങ്ങളെ പ്രോപ്പറായിട്ട് ചെയ്യാനോ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം, ചെക്ക് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അതുകൊണ്ട് മറ്റെല്ലാത്തിൽ നിന്നും മാറ്റി അവനവൻ്റെ അന്നന്നത്തെ റൂട്ടീൻ, ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്തു എന്ന് സ്വയം അവനവനെ വിശകലനം ചെയ്ത് കഴിയുമെങ്കിൽ ചാർട്ട് എഴുതുക എന്ന് പറയും. ഈശ്വര വിശ്വവിദ്യാലയത്തിൽ നമ്മൾ ചാർട്ട് എഴുതാമെന്നാണ് പറയുക. എത്ര മിനിറ്റ് ഞാൻ ഈശ്വരനെ ഓർത്തു, എത്ര മിനിറ്റ് പോസിറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്തു, എന്തൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചു, അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് ഈശ്വരനൊരു കത്തെഴുതി മനസ്സിൻ്റെ ഭാരമെല്ലാം ഇല്ലാതാക്കി നാളത്തെ പ്രൊഡക്റ്റീവായിരിക്കുന്ന പ്ലാൻ ചെയ്ത ശേഷം മെഡിറ്റേറ്റ് ചെയ്യുക, എനർജൈസ് ചെയ്യുക, ഫുള്ളായിട്ട് എല്ലാ ചക്രങ്ങളെയും ചാർജ് ചെയ്ത് നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവായിരിക്കുന്ന എയർ ബബിൾ അഥവാ നമ്മുടെ എനർജി ബബിൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ ഒരു കാരണവശാലും ഒരു നെഗറ്റീവായിരിക്കുന്ന എനർജിക്കും വേണ്ടാത്ത ദുസ്വപ്നങ്ങളായിട്ട്, വേണ്ടാത്ത സങ്കല്പങ്ങളായിട്ട്, സങ്കടങ്ങളായിട്ട് മറ്റേതെങ്കിലും രീതിയിലുള്ളതായിട്ടുള്ള അറ്റാക്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഈവൻ പ്രകൃതിയുടെ ആ സമയത്ത് ഒരു ദുരന്തം ഉണ്ടാകുകയാണെങ്കിൽ പോലും ഇത്തരത്തിൽ സ്വയം അവനവനെ എനർജി ഫീൽഡിനുള്ളിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ഉറങ്ങുന്ന ആളെ ഒരിക്കലും പ്രകൃതി പോലും ഉപദ്രവിക്കില്ല, അതിൻ്റെ സംരക്ഷകനായിട്ട് മാറും. ഈ രീതിയിൽ നിങ്ങളൊരു ദിവസം കടന്നു പോകുമ്പോൾ ഇത് ആദ്യത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നമുക്ക് റിസ്ക് തോന്നിയേക്കും. പക്ഷേ കുറച്ച് ദിവസം ഈ റൂട്ടീനിൽ പോയി കഴിയുമ്പോൾ ഇന്നലെ എന്തുണ്ടോ അതൊക്കെ അന്നന്ന് അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ദിവസവും അന്നത്തെ ദിവസം ഇന്ന് എൻ്റെ ഒരു പുതിയ തുടക്കമാണ് എന്ന ആധാരത്തിൽ ഒരു ന്യൂ ബിഗിനിങ് ആക്കിക്കൊണ്ട് എല്ലാ ദിവസവും തുടങ്ങാനും ആ ഡെയിലി റൂട്ടീനിൽ കൃത്യമായിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, ഡെയിലി ചെക്ക് ചെയ്യുകയും ചേഞ്ച് ചെയ്യുകയും ഫുൾ സ്റ്റോപ്പ് ഇടുകയും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഭാരം നാളത്തേക്ക് ഒരിക്കലും നീട്ടിക്കൊണ്ടു പോവില്ല. അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളായതുകൊണ്ട് തളർന്നിരിക്കില്ല നിങ്ങൾ. ഈ രീതിയിൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെ ആക്ടിവിറ്റീസ് ചിലപ്പോൾ കുറച്ച് മൂഡ് കുറവായിരിക്കാം, പക്ഷെ എന്നാലും ആ സമയത്ത് ചെയ്യുന്ന ആക്ടിവിറ്റി നിങ്ങൾ ആ താഴേക്ക് പോകുന്നതിൽ നിന്ന് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യും, പിന്നെ മേലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തളർന്ന് വീഴാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ നടന്നോട്ടെ ദിനചര്യയിൽ മാറ്റമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയാൽ ആ ദിനചര്യയുടെ ശക്തി നിങ്ങളെ ഒരിക്കലും തളരാത്ത മുന്നോട്ട് കൊണ്ടുപോയി സദാ വിജയത്തിലെത്തിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരും. അതുകൊണ്ട് ഇതൊരു സ്വന്തം ലൈഫ് സ്റ്റൈലായി നിങ്ങൾ തിരഞ്ഞെടുക്കണം. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവാം, അത് വരെയും പോവുകയും ചെയ്യും. പക്ഷെ അത് നിങ്ങളെ ബാധിച്ചുകൊണ്ട് നിങ്ങളെ സൈഡാക്കാൻ പറ്റില്ല. പ്രശ്നങ്ങളെ സൈഡാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതയാത്ര എന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.